മലയാള സാഹിത്യത്തിലെ ഇതിഹാസങ്ങളിലൊന്ന്. പ്രണയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ചതിയുടെയും കഥ പറയുന്ന തകഴിയുടെ ചെമ്മീൻ. അറബിക്കടലിൻ്റെ മക്കൾക്ക് കടലമ്മ കേവലം ഒരു ജലസ്രോതസ്സല്ല, മറിച്ച് നീതി നടപ്പാക്കുന്ന ഒരു ദേവതയാണ്. കടപ്പുറത്തെ പെണ്ണുങ്ങളുടെ പവിത്രതയാണ് കടലിൽ പോകുന്ന പുരുഷന്മാരുടെ ജീവൻ കാക്കുന്നതെന്ന ഉറച്ച വിശ്വാസം. ഈ വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കറുത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും തകർന്നുപോയ സ്വപ്നങ്ങൾ നാം കാണുന്നത്. ഒരു മുക്കുവ പെണ്ണായ കറുത്തമ്മയെയും മുസ്ലിം വ്യാപാരിയായ പരീക്കുട്ടിയും തമ്മിലുള്ള നിഷ്കളങ്കമായ പ്രണയം. അവർക്കറിയാമായിരുന്നു ഇതൊരിക്കലും ഒന്നിക്കാത്ത കടലും കരയും പോലെയാണെന്ന്. എങ്കിലും മാനസമൈനെ പാടി വരൂ എന്ന് പാടി പരീക്കുട്ടി അവൾക്കായി കാത്തിരുന്നു. ഈ കഥയിലെ വില്ലൻ ഒരു വ്യക്തിയല്ല, മറിച്ച് മനുഷ്യന്റെ അത്യാഗ്രഹമാണ്. കറുത്തമ്മയുടെ അച്ഛൻ ചെമ്പൻ കുഞ്ഞ്. സ്വന്തമായി ഒരു വള്ളവും വലയും വേണമെന്ന അയാളുടെ സ്വപ്നത്തിന് പണം നൽകുന്നത് പരീക്കുട്ടിയാണ്. തന്റെ മകളോടുള്ള പരീക്കുട്ടിയുടെ സ്നേഹം ചെമ്പൻകുഞ്ഞ് സ്വന്തം വളർച്ചയ്ക്കായി മുതലെടുത്തു. വള്ളം വാങ്ങി വലിയ പണക്കാരനായപ്പോൾ ചെമ്പൻകുഞ്ഞ് പഴയതെല്ലാം മറന്നു. കറുത്തമ്മയെ പരീക്കുട്ടിയിൽ നിന്ന് അകറ്റാൻ അയാൾ തിടുക്കത്തിൽ അവളുടെ വിവാഹം പളനിയുമായി ഉറപ്പിച്ചു. പളനി കടലിനെ പേടിയില്ലാത്ത കരുത്തനായ ഒരു മീൻപിടുത്തക്കാരൻ. മനസ്സില്ലാ മനസ്സോടെ കടലമ്മയെ സാക്ഷി നിർത്തി കറുത്തമ്മ പളനിയുടെ പത്നിയായി മറ്റൊരു കടപ്പുറത്തേക്ക് യാത്രയായി. വിവാഹത്തിന് ശേഷമുള്ള കറുത്തമ്മയുടെ ജീവിതം നരകതുല്യമായിരുന്നു. പളനി അവളെ സ്നേഹിച്ചു. പക്ഷെ നാട്ടുകാരുടെ പരിഹാസവും പരീക്കുട്ടിയുമായുള്ള അവളുടെ പഴയ ബന്ധവും അയാളിൽ സംശയത്തിന്റെ കനലുകൾ കോരിയിട്ടു. അവിടെ പഴയ കടപ്പുറത്ത് പരീക്കുട്ടി ഒരു ഭ്രാന്തനെ പോലെ അലിയുകയായിരുന്നു. അവന്റെ സ്വത്തെല്ലാം നഷ്ടപ്പെട്ടു. മതം അവനെ പുറത്താക്കി. എങ്കിലും കറുത്തമ്മയുടെ ഓർമ്മകൾ അവനെ ജീവിക്കാൻ പ്രേരിപ്പിച്ചു. നമുക്കിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. തകഴി ഈ നോവലിലൂടെ ചോദിക്കുന്നത് മനസ്സുകൊണ്ട് പ്രണയിക്കുന്നത് പാപമാണോ എന്നാണ്. കറുത്തമ്മ ഒരു നല്ല ഭാര്യയാകാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ ഉള്ളിലെ പ്രണയം പരീക്കുട്ടിക്ക് മാത്രമുള്ളതായിരുന്നു. ആ വൈരുദ്ധ്യമാണ് ഈ കഥയെ ഒരു ട്രാജഡിയിലേക്ക് നയിക്കുന്നത്. ചെമ്മീൻ ചാകര പെയ്യുന്ന ഒരു രാത്രി. കടപ്പുറത്തെ വിശ്വാസമനുസരിച്ച് ഭാര്യ പിഴച്ചാൽ കടലിൽ പോയ ഭർത്താവിനെ കടലമ്മ എടുക്കും. അന്ന് രാത്രി പളനി കടലിൽ സ്രാവിനോട് പൊരുതുമ്പോൾ കരയിൽ കറുത്തമ്മ പരീക്കുട്ടിയെ കാണുന്നു. വർഷങ്ങളായി ഉള്ളിലൊതുക്കിയ പ്രണയം അണപൊട്ടി ഒഴുകി. അവർ ഒന്നിച്ചു. അതേ നിമിഷം കടലിന്റെ നടുവിൽ പളനി ഒരു ഭീമാകാരമായ ചുഴിയിൽ അകപ്പെട്ടു. കടലമ്മ തന്റെ നീതി നടപ്പാക്കിയെന്നാണ് പറയപ്പെടുന്നത്. പിറ്റേന്ന് പ്രഭാതത്തിൽ തിരമാലകൾ കരയിലേക്ക് എടുത്തിച്ചത് കറുത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും ചേതനയില്ലാത്ത ശരീരങ്ങളായിരുന്നു. കൈകോർത്തു പിടിച്ച അവർ മരണത്തിൽ ഒന്നിച്ചു. ദൂരെ കടപ്പുറത്ത് ഒരു വറ്റിയ സ്രാവിന്റെ ശവശരീരത്തിനടുത്ത് പളനിയും മരിച്ചു കിടന്നു. കാലം എത്ര കഴിഞ്ഞാലും ചെമ്മീൻ നമ്മെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അത് പ്രണയത്തിന് ജാതിയോ മതമോ ഇല്ലെന്നും മനുഷ്യന്റെ വിശ്വാസങ്ങൾ ചിലപ്പോൾ സ്നേഹത്തേക്കാൾ ക്രൂരമാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.